by Shine. ഹലോ, വെൽക്കം ബാക്ക്. മീഷോന്ന് വന്നിട്ടുള്ള 6 വരുന്ന കപ്പിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് നല്ല കളറാണ്, ഓരോന്നും വേറെ വേറെ കളറാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഒരു കപ്പ് ഹോൾഡർ വാങ്ങി, അത് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മാച്ച് ചെയ്യണില്ല എന്നുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ തോന്നി കുറച്ചും കൂടിയും കളർഫുള്ളായിട്ട്, അതും ഓരോ കളറാകുമ്പം അത് കുറച്ച് ഭംഗിയാവും എന്ന് വിചാരിച്ചിട്ട് മീഷോന്ന് തപ്പിപ്പിടിച്ച് ഓർഡർ ചെയ്താണ് കേട്ടോ. വന്ന് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഓരോ കപ്പൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങൂല, അത്രയും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈവൻ പുറത്തുനിന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. എനിക്കിതിന് 200 രൂപയേ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ നേരത്തെ പേ ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 200 മതി, അല്ലാന്നുണ്ടെങ്കിൽ 222 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് കേട്ടോ. ഇനിയിപ്പോൾ കൂടിയെന്നുള്ളത് അറിയില്ല. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ വാങ്ങാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായി, കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി വെച്ചു. നമുക്ക് ഗസ്റ്റും കൂടിയുള്ള ദിവസത്തെ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കപ്പ് ഞാൻ വേറൊരു ദിവസം വീഡിയോ എടുത്തിട്ടുള്ളതാണ്. നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാണ്. അതൊന്നും എടുക്കാനുള്ള ഒരു സമയമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമുക്ക്. എനിക്ക് ആരെങ്കിലും ഗസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്താൽ അങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം അങ്ങനെ എടുക്കും കേട്ടോ. പിന്നെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ട് എടുക്കുകയാണ്. പിന്നെ മീനപ്പുറത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിഷ് ബിരിയാണിയും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കണ ആ ഒരു തിരക്കിലാണ് കേട്ടോ. ഈ ഫോണ് നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കണ ആ ഒരു സമയത്തേക്ക് ഫുഡ് ആവില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുത്തിട്ട് തരാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുമിച്ച് തന്നെ ഒറ്റയ്ക്ക് ചെയ്യണോണ്ട് എനിക്ക് അത്രയും വീഡിയോ എടുത്താൽ ശരിയാവില്ല എന്ന് തോന്നി. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വറവും പൊരികളൊക്കെ ആദ്യം തന്നെ അങ്ങോട്ട് തീർത്ത് വെച്ചു. പിന്നെ ബീഫ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ എത്രയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് അതിന് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ പുഡിങ്ങൊന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കൂടുതലും കസ്റ്റാർഡ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കൽ. പിന്നെ നമ്മൾ ബ്രെഡ് പുഡിങ്ങും അതേപോലെ ബൂസ്റ്റ് പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റാർഡാണെങ്കിൽ കുറേ ഫ്രൂട്ട്സ് അത് വേസ്റ്റായി പോകില്ലല്ലോ, മക്കളാണെങ്കിൽ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകിൽ ബേക്കേഴ്സിൻ്റെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ക്വേക്കറില്ലേ അതെടുക്കുക. അത് രണ്ടുമാണ് ഏറ്റവും നല്ല കസ്റ്റാർഡ് പൗഡർ കേട്ടോ. അല്ലാത്തത് റെഡിയാക്കി കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം കമ്പനി മാറിയേക്കും. അപ്പോൾ എനിക്കെന്തോ അത് ശരിയായി കിട്ടിയിട്ടില്ല. ടേസ്റ്റും തന്നെ നമുക്ക് അത്രയും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ കൊണ്ടുവന്ന പഴയ തക്കാളി, അതായത് ആദ്യം കൊണ്ടുവച്ച തക്കാളിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാനെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ള പുതിയ തക്കാളികൾ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ തുടച്ചിട്ടൊക്കെയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കൽ. പക്ഷേ ഇപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുക കേട്ടോ. ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ആഹാരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പച്ചക്കറി കഴുകിയിട്ട് വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ബോക്സിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചിട്ടുള്ള ഫുഡുകൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. പിന്നെ ഞാനിപ്പം വർക്ക് ചെയ്യണ ഒരു കിച്ചണാണുള്ളത്. എനിക്ക് ഇവിടെ ഗ്യാസൊക്കെ കൊണ്ടുവച്ചപ്പോൾ എന്താ പറയുക, വല്ലാത്ത സമാധാനം കേട്ടോ. കാരണം മറ്റപ്പുറത്ത് ആകെ ഫ്രീ ആയി. പിന്നെ എന്താ അലമ്പാവുകയാണെങ്കിൽ ഇവിടെ അല്ലേ ആവുള്ളൂ. അത് പെട്ടെന്ന് തന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. വിൻഡോ ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് സ്മെല്ലോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. കുക്ക് ചെയ്തിട്ട് നേരെ അപ്പുറത്ത് കൊണ്ടുവച്ചാൽ മതി. പിന്നെ നമ്മൾ കറീൻ്റെ കാര്യങ്ങളും ബാക്കിയൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ റൈസ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ റൈസൊക്കെ ഒന്ന് ദമ്മിട്ടു കേട്ടോ. പിന്നെ ബാക്കി ഇങ്ങനെ പരന്ന് കിടത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ
പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ക്ലീനിങ് ഒന്ന് തീർത്തിട്ടോ. അപ്പോൾ ഇങ്ങനെ ഒതുക്കി പെറുക്കിയിട്ട് അവിടെ ഇവിടെ പരന്ന് കിടക്കണമൊക്കെ ഒന്ന് പെറുക്കി വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. പിന്നെ ഒന്ന് അടിച്ചു വാരിയിട്ടാൽ മതി, വേറെയുള്ള വൃത്തികേടൊന്നും ഉണ്ടാവലില്ല. കാര്യമായിട്ട് കുട്ടികളാണ് കേട്ടോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനം വെച്ചിട്ട് ആ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ടേബിളിലുള്ള ഈ പോട്ടിലുള്ള മണി പ്ലാന്റ് മാറ്റി, അതേപോലെ തന്നെ കിച്ചണിലും ഒരു മണി പ്ലാന്റ് ഒരു പോട്ടിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അത് അത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ബൂസ്റ്റും പാലും പിന്നെ നന്നാരി സിറപ്പും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് കസ്കസും കൂടി ഇട്ടു. ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാക്കിട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ബാക്കി ക്ലീനിങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരുവിധം ഞാനിപ്പോൾ ഫുഡ് റെഡിയാക്കുമ്പോൾ തന്നെ ക്ലീനിങ് തീർക്കണോണ്ട് എനിക്ക് പിന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് അതൊരു ഭാരമായിട്ട് തോന്നലില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒറ്റക്കാവണ സമയത്ത് അതൊരു ടിപ്പായിട്ട് നമുക്ക് എടുക്കാം. ആവണത് അപ്പോഴേക്കപ്പോഴേ കഴുകിയിട്ട് എടുത്തു വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെയും ഹെൽപ്പ് വേണ്ട. പിന്നെ ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈസിയാണ് കേട്ടോ. അശ്വട്ടിക്ക് കുറേ ദിവസമായിട്ട് പനി ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊന്നും ശരിക്കും കഴിക്കണുണ്ടാവില്ല, എന്ത് കഴിച്ചിട്ട് അവൾക്കൊരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ മാങ്ങ വേണം പറഞ്ഞിട്ട് അത് കഴുകാം കേട്ടോ. ഞാനവിടെ കഴുകിയിട്ട് വെച്ചതാണ്, എന്നാലും ഓള് എടുക്കുമ്പോൾ ഞാനൊന്നും കൂടി കഴുകി കൊടുത്തു കേട്ടോ. പിന്നെ അതും ഓള് തിന്നിട്ടൊന്നുമില്ല, അതവിടെ വെച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ട്, പിന്നെ ഇപ്പോഴത്തെ പനിയല്ലേ. ഞാൻ എൻ്റെ മക്കളൊക്കെ ഒരു 10 മണി മാക്സിമം ഒരു 11 മണിൻ്റെ ഉള്ളിൽ കുളിപ്പിച്ച് റെഡിയാക്കും കേട്ടോ. അപ്പോൾ അതവർക്ക് ശീലമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഒരു ദിവസം കുളിൻ്റെ ആ ഒരു സമയം തെറ്റിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പനി വരും കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അലർജീൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരളവുണ്ട് കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ കുളീൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവർക്കത് ശീലമായതുകൊണ്ട് തന്നെ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടോ ചേഞ്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അസുഖം വരും കേട്ടോ. അസുഖം മീൻസ് പനി വരും. രണ്ടാൾക്കും ഒരേപോലെയാണ്. സച്ചുവിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇവർക്ക് അങ്ങനെ ഉണ്ടോ 2 മക്കൾക്കും. അപ്പോൾ ഇങ്ങനെ ഉഴപ്പ് കാണിക്കുന്ന സമയത്തിലാണ് പണികൾ വരിക. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിൻ്റെ ശേഷം ബെഡ്റൂമൊക്കെ ഞാനും മോളും കൂടിയിട്ടൊന്ന് തട്ടി ക്ലീൻ ആക്കാൻ കേട്ടോ. എനിക്കിങ്ങനെ ബെഡ്റൂം സെറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ കുട്ടികളുള്ള വീട്ടിൽ ഇതൊന്നും അങ്ങനെ അത്രയും നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല, ചെറിയ കുട്ടികൾ ഉള്ള സമയത്ത് കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ ബെഡിൽ കയറി കുത്തി പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം ചീത്ത കേൾക്കും. ചീത്ത മീൻസ് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറയും കേട്ടോ. അപ്പോൾ ചില സമയത്ത് കുട്ടികൾ നമ്മളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനും കൂടുതലുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒറ്റക്കും ചെയ്യലുണ്ട്. അപ്പോൾ ഏതൊരു കാര്യം നമ്മളെ കൂടെ കൂട്ടിയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും അത് ശീലിച്ചോളും. പിന്നെ നമ്മളിങ്ങനെ ബെഡ്റൂമിൽ ഇപ്പം ഡ്രസ്സിങ് സ്റ്റാൻഡിൻ്റെ മേലെ ഈ നമുക്ക് ആവശ്യമുള്ള ക്രീം, സ്പ്രേ, അതേപോലെ നമ്മളെ കൺമഷി, മേക്കപ്പ് ഐറ്റംസ് ഇതൊക്കെ ഇങ്ങനെ വെക്കുമല്ലോ. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള ബോട്ടിലൊന്നും വെക്കാൻ യാതൊരു നിവർത്തിയില്ല. കാരണം സച്ചുവിനെ ഈ ബോട്ടിലൊക്കെ കണ്ടവനോ എടുത്തിട്ട് കളിക്കൂട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ വായിൽ പോകുമെന്ന് വിചാരിച്ച് ഇതൊന്നും ഞാൻ സെറ്റ് ചെയ്ത് വെക്കില്ല. എനിക്കിതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. റൂം കാണുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ അതൊരു നല്ലൊരു രസം കൂടിയാണല്ലോ. അകത്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റിലൊന്നാണ് പീസ് ലില്ലി കേട്ടോ. സമാധാനം തരുന്ന ചെടി എന്നാണ് പറയൽ. ഇത് സമാധാനം തരുമോ എന്നുള്ളത് അറിയില്ല, അതൊക്കെ നമ്മളെ വിശ്വാസം പോലെ ആവും. പക്ഷേ ചെടികളൊക്കെ ഉണ്ടായാൽ കാണാനൊരു ഭംഗിയല്ലേ. പിന്നെ നല്ല ഫ്രഷ് എയർ പുറത്ത് വിടുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് പ്ലാന്റാണ് പീസ് ലില്ലി കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് സമാധാനമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഉണ്ടല്ലോ, കമൻറ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.